അമേരിക്കൻ കമ്പനിയിൽ നിന്നും CPM 4 കോടി ഫണ്ട് കൈപ്പറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ. അമേരിക്കൻ കമ്പനിക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തീരെഴുതിയതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയും CPM അറിഞ്ഞുകൊണ്ട് വലിയ കച്ചവടം നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഇവിടെ വലിയ ഒരു കച്ചവടം സർക്കാർ അറിഞ്ഞുകൊണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു കച്ചവടം അവർ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ പേര് P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. ആ കമ്പനി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പൊ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 2021 ശേഷം ഇവിടെ കേരളത്തിൽ ആ കമ്പനി ഒരു ഉപകമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ആ വലിയ കമ്പനി ഈ ഉപകമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് സ്റ്റോൺ ഓൺഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്വാളിറ്റി കെയർ ടു ബൈ കിംസ് കേരള, കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്.